ഈ പ്രശ്നത്തിൽ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകവും ഉയർന്നു വരുന്നില്ല. ശ്രീ അൻവർ MLA ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണ്. ആ പ്രശ്നങ്ങൾ മുമ്പും അദ്ദേഹത്തിന് അനുഭവമുണ്ടെങ്കിൽ ഉന്നയിക്കുന്നതിൽ തെറ്റുണ്ടായില്ല, തെറ്റെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു സ്വതന്ത്ര MLA ആണ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ പരിശോധന അടിസ്ഥാന ചില വിവരങ്ങളും അദ്ദേഹം പരസ്യമായി പറഞ്ഞു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പരാതി അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും ഒരു കുറ്റവാളിയെയും രക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള നടപടികളിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ഇവിടെ എടുത്തിട്ടുള്ള നിലപാടാണ്. കേരളത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരാൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ വേട്ടയാടപ്പെട്ട ഒരാളുമില്ല. നിങ്ങൾക്കും അത് അനുഭവമുള്ള കാര്യം തന്നെയാണ്. അത് നിലപാടിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിന് കരുത്തുറ്റ നേതൃത്വമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് കേരളത്തിന്റെ ഈ അത്ഭുതകരമായ വികാസത്തിന് കാരണമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, പ്രശ്നങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ലെന്ന് മാത്രമല്ല, തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകൾ സഹായകരമാകും. അതാണ് കേരളത്തിന്റെ അനുഭവം. അതാണ് തുടരാനും ഉദ്ദേശിക്കുന്നത്. വേട്ടയല്ല ആരാണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എന്തെല്ലാം മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ വന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ? അതെല്ലാം പ്രചരിപ്പിച്ചവരാണല്ലോ നിങ്ങളും. അതുകൊണ്ട് ആരാ വേട്ടയാടെന്ന് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾ പരിശോധിച്ച് കണ്ടെത്തിക്കോ. യാഥാർത്ഥ്യം ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിനെ അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. അദ്ദേഹത്തിനെതിരായിട്ട് വന്ന ഓരോ ആരോപണത്തിന്റെയും മുനയൊടിഞ്ഞത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം ശശിനെ പറ്റി ഉയർന്നു വന്ന ആരോപണം എന്ന് പറയുന്നത്, അതിന്റെ വിഷയങ്ങൾ വരട്ടെ, വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കല്ലോ. എല്ലാ പരിശോധനയും നടത്തുന്നുണ്ടല്ലോ. ശശിക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റാരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം ഉൾപ്പെടെ പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഗവൺമെന്റിന്റെ സമീപനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. സർക്കാർ ഇപ്പോൾ പ്രതികൂട്ടിലായിട്ടില്ല, പ്രതികൂട്ടിലല്ല. അല്ല, അതില് താങ്കളുടെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ.